പക്ഷേ കരൂർ ഇപ്പോൾ നമ്മളെയൊക്കെ കണ്ണീരാഴ്ത്തുകയാണ്. അതായത് ഏകദേശം 40ഓളം പേർ മരണപ്പെട്ട ഗർഭിണികളടക്കം കുട്ടികളടക്കം ഉണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നത്. വിജയ്, തമിഴ് നടൻ വിജയ് വിളിച്ചു ചേർത്ത ഒരു റാലി, ആ റാലിയിൽ പങ്കെടുത്ത ഏകദേശം അനൗദ്യോഗിക കണക്കനുസരിച്ച് 2 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. കോടതിയുടെ പല നിബന്ധനകളും അവഗണിച്ചുകൊണ്ടാണ്, കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ റാലി നടത്തിയത് എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റക്കാരൻ വിജയ് മാത്രമല്ലേ? പലരും ചോദിക്കുന്നുണ്ട്, വിജയ് വിളിച്ചിട്ടാണോ, വിജയ് ആണോ ഈ അപകടത്തിന് കാരണം? വിജയ് ആരെങ്കിലും വിളിച്ചോ? വിജയ് റാലി നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാ ഇതിൽ ആളുകൾ വന്നത്, അല്ലാതെ മറ്റു കാര്യത്തിനൊന്നും അല്ല അവിടെ ഇത്രയും ആളുകൾ തടിച്ചു കൂടിയത്. വിജയ് എന്ന് പറയുന്ന ഒരു നടനെ കാണാനല്ലേ ആളുകൾ വന്നത്. അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞിട്ട് വിജയ് അവിടെ നിന്ന് പോകുന്നു, പിന്നെ വിജയുടെ വീടിന് സുരക്ഷ കൊടുക്കുന്നു പോലീസ്. എൻ്റെ ഹൃദയം തകരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ഒരു പോസ്റ്റ് ഇടുന്നു. ഇങ്ങനെയാണ് ഒരു നേതാവ് ഈ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ആളുകളുടെ നില അതീവ ഗുരുതരമായ അവസ്ഥയിലെത്തുമ്പോഴും ഒരു നേതാവെന്ന് പറഞ്ഞ് മുൻനിരയിൽ വരുന്ന ഒരാൾ പെരുമാറേണ്ട രീതി ഇങ്ങനെയാണോ? വിജയ് ഒരു രാഷ്ട്രീയ നേതാവായി മാറിത്തിരുന്നൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നടന്ന ഒരു സമ്മേളനം മാത്രമായിരുന്നു. എന്നുവെച്ചാൽ വിജയ് ഇപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവല്ല, വിജയ് ഇപ്പോഴും ഒരു സിനിമാ നടൻ. ഈ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു സംസ്കൃതി എന്ന് പറയുന്നത് വീരാരാധനയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്കൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്കാൾ ഉപരിയായി സിനിമാ നടന്മാർക്ക് വലിയ പ്രാമുഖ്യം യഥാർത്ഥത്തിൽ തമിഴ് ജനതയ്ക്ക് അകത്ത് ഉള്ളത്. നമുക്കറിയാം, അവിടുത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സിനിമാക്കാരാണ്. കരുണാനിധി മുതൽ സ്റ്റാലിൻ വരെയുള്ള ആളുകളും സിനിമാക്കാർ തന്നെയാണ്. നേരത്തെ അവിടെ അവർ ഭരിച്ചിരുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് അത് MGR, അത് കഴിഞ്ഞതിന് ശേഷം ജയലളിത. ഇവരൊക്കെ സിനിമ വഴി തമിഴ് ജനതയുടെ മനസ്സിനകത്ത് സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങളാണ്. MGR മരിച്ച സമയത്തൊക്കെ എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്ത്, അതേപോലെ തന്നെ ട്രെയിനിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് എനിക്ക് തോന്നുന്നു അണ്ണാദുരൈയുടെ മരണസമയത്തായിരുന്നു. അത്രമാത്രം ഭ്രാന്തമായ ഒരു ആരാധനയും അഭിനിവേശവും അവരുടെ നേതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ശീലം തമിഴ് ജനതയ്ക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിലിരുന്നുകൊണ്ട് നമുക്ക് ഈ സവിശേഷ സ്വഭാവത്തെ വിലയിരുത്താൻ സാധ്യമല്ല. കേരളത്തിലിങ്ങനെ ഒരിക്കലും സാധ്യമല്ല. നേതാക്കളും അതുപോലെ സിനിമാ നടന്മാർക്ക് വരുമ്പോഴൊക്കെ ആളുകളെ കൂടും. നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ സുരേഷ് ഗോപിനെ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രമാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ, അദ്ദേഹം വരുന്ന സമയത്തൊക്കെ 10,000-കണക്കിന് ആളുകൾ കൂടും, പക്ഷേ അത് കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകും. അങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക ഘടന യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിജയുടെ ഈ സമ്മേളനത്തിലേക്ക് ഇത്രയധികം ആളുകൾ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ മാത്രമല്ല, അദ്ദേഹം എന്ന് പറയുന്ന സിനിമാ നടനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. സിനിമാ നടന്മാർക്ക് അങ്ങനെയുള്ള ഒരു കൾട്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ തമിഴ്നാട്ടിലെ കൾട്ട് എന്ന് പറയുന്നത് അസാധാരണമാണ്. മറ്റൊന്നും നമുക്ക് തരംതിരിച്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് വിജയുടെ ഈ സമ്മേളന സ്ഥലത്തേക്ക്, കരൂരിലേക്ക്, എനിക്കൊന്ന് ഔദ്യോഗികമായിട്ട് വിജയുടെ ആളുകൾ സർക്കാരിലും പോലീസിലും നൽകിയ വിവരം അനുസരിച്ച് 10,000 പേര് മാത്രമേ അവിടെ കൂടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് കണക്ക്. പക്ഷേ 10,000 അല്ല, ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾ തന്നെ. ചിലരെല്ലാം അത് 1 ലക്ഷം എന്ന് പറയും. 1 ലക്ഷമാണെങ്കിൽ പോലും അത് അഭൂതപൂർവമായിട്ടുള്ള ജനക്കൂട്ടമാണ്. അതിനെ നിയന്ത്രിക്കുന്ന ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത കാര്യങ്ങൾ അവസാനിക്കുന്നത്. ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടെ ആരാണ് നിയന്ത്രിക്കാനുണ്ടായത്? അത് മാത്രമല്ല, രാവിലെ വരും എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ആളുകളിങ്ങനെ ഇദ്ദേഹത്തെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. രാവിലെ മുതലിരിക്കുന്ന ആ ജനങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇദ്ദേഹം എത്തുന്ന വൈകുന്നേരമാകുന്നതാണ്. 6 മണിക്കൂറിൽ വൈകി. അത്ര ആ വൈകിയ സമയം മുഴുവനും ഇവർക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ ഫലമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. ഇപ്പോൾ വെള്ളമാണ് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയത്, അത് കിട്ടിയില്ല. അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സമ്മേളനം തുടങ്ങുമ്പോൾ, പ്രസംഗം തുടങ്ങുമ്പോൾ ആരോ കുഴഞ്ഞു വീഴുന്നു. കുഴഞ്ഞു വീണ ആളെ എടുത്തുകൊണ്ട് പോകാനോ അയാൾക്ക് വെള്ളം കൊടുക്കാനുള്ള യാതൊരു സൗകര്യം അവിടെ ഇല്ല. എനിക്ക് വന്ന് വിജയ് വിളിച്ചു പറയുന്നുണ്ട്, അയാൾക്ക് വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളക്കുപ്പികൾ അവിടെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ തപ്പാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ
മാറിയപ്പോൾ രൂപപ്പെട്ട പ്രത്യേകമായിട്ടുള്ള കശപിശയിൽ നിന്നാണ് ആൾക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങുകയും സ്റ്റാമ്പേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചവിട്ടിമതിക്കൽ ചവിട്ടിക്കൂട്ടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇത് പോയത്. ആളുകൾ പരിഭ്രാന്തരായി ഓടുകയാണ് ചെയ്തത്. അതിൽപ്പെട്ടാണ് ഇത്രയും ആളുകൾ മരിച്ചത്. വളരെ സങ്കടകരമാണ്. കണ്ണീരോടുകൂടി മാത്രമാണ് ആ കാര്യത്തെ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ, ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കലും ഒരു സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് നമുക്കതിനെ കണക്കാക്കണം. പക്ഷേ ഇപ്പോൾ വിജയ് ചെയ്ത തെറ്റെന്താണെന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ സ്വാഭാവികമായി ഒരു പരിപാടി ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞു 10,000 പേർ. കാരണം ഇപ്പോൾ സ്റ്റാലിൻ തന്നെ വിജയോട് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങളൊരു പോപ്പുലാരിറ്റി ഉള്ള ഒരാളാണ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയം അറിയണമെന്നില്ല, നിങ്ങളെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരും. അത് ആളുകളുടെ ജീവന് തന്നെ ഒരുപക്ഷെ ഭീഷണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റാലി മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും കോടതിയെ സമീപിച്ചുകൊണ്ടാണ് പിന്നീട് ഇതിന് അനുമതി വാങ്ങുന്നത്. അപ്പോഴും കോടതി പറയുന്നത് 10,000 പേരായിരിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ഈ ആൾക്കൂട്ടം ഇത്രയും കണ്ടപ്പോൾ വിജയ് എന്ന് പറയുന്ന ഈ സിനിമയിലൊക്കെ എല്ലാവരെയും അടിച്ചൊതുക്കി നായകനായി ഇങ്ങനെ ഉദിച്ചു ഉയർന്ന് നമ്മളൊക്കെ ഇങ്ങനെ വീര ആരാധനയോടെ നോക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും ആളുകൾ വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അവർ എന്നെ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്, ഞാൻ 6 മണിക്കൂർ വൈകിയിരിക്കുകയാണ്, അപ്പം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ജനങ്ങളെ സേവിക്കുന്നത്? സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമല്ല ആ സമ്മേളന സംഘാടന സംവിധാനത്തിനകത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട മറ്റ് നേതാക്കൾ അവരൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അവരുടെ പ്രത്യേകമായിട്ടുള്ള ചുമതലയാണ് ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് പ്രിക്കോഷൻസ് എടുക്കണം. കോടതി പറഞ്ഞിരുന്ന 10,000 പേരിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 10,000 പേരിൽ കൂടാൻ പാടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിക്കുന്നത്, ആളുകൾ അവിടെ വന്ന് തെക്കിലും തിരക്കിലും പെട്ട് മരിച്ചു പോയതിനെ വിജയ് എന്ത് ചെയ്യണം? വിജയ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാലോ. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഒരു പൊളിറ്റിക്കൽ സ്റ്റാർഡം എന്ന് പറയുന്നത് നിർമ്മിക്കാൻ അസാധ്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. രാഷ്ട്രീയ നേതാവാകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിനേക്കാളൊക്കെ വളരെ എളുപ്പമാണ് സിനിമാ നടനാകൽ. അപ്പോൾ സിനിമാ നടനാവുകയും ആരാധകരെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എന്നിരിക്കെ ഒരു രാഷ്ട്രീയ നേതാവായി ആ രാഷ്ട്രീയ നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നേതൃത്വത്തിനല്ലെങ്കിൽ ആ നേതൃത്വം പിടിപ്പുകേടിൻ്റെ നേതൃത്വമാണ്, ഉത്തരവാദിത്വമില്ലായ്മയുടെ നേതൃത്വമാണ്, മനുഷ്യരെക്കുറിച്ച് കരുതലില്ലാത്ത നേതൃത്വമാണ്. അത്തരത്തിലുള്ള കരുതലില്ലാത്ത നേതൃത്വത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി അടഞ്ഞു കിടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.